നമസ്കാരം. ഇന്നൊരു കൗതുക വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ ഒരു മുന്തിരി ഉണ്ടത്രേ. ഈ മുന്തിരി സംസാരിക്കുന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് ഈ സംഭവം? നമുക്കൊന്ന് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? പോവാം. അങ്ങനെ നമ്മൾ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ജീപ്പിൽ SI ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു നോക്കാം ഈ മുന്തിരി എവിടാന്ന്. നമസ്കാരം, എൻ്റെ പേര് രാജീവ് എന്നാണ്, യൂട്യൂബറാണ്. അപ്പോൾ നമ്മുടെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ ഒരു മുന്തിരി ഉണ്ടെന്ന് അറിയാം. അപ്പൊ ആ മുന്തിരി ഒന്ന് കാണാനായിട്ട് വന്നതാണ്. എവിടെ സാറേ? ആ മുന്തിരി ഞാനാണ്. എന്റെ പേരാണ് മുന്തിരി സ്വാമിനാഥൻ. ഓ, അങ്ങനാണോ? അതെ 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 അതെ. ആ, ഓക്കെ ഓക്കെ. സാറേ, അതിന്റെ പേരിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു. എന്താണ് പേര്? അച്ഛനും അമ്മയ്ക്കും ഒരു വെറൈറ്റി പേരുണ്ടോന്ന് ഒരാഗ്രഹം. ഞങ്ങള് 4 പിള്ളേരാണ്. 4ാമത്തെ ഇളയാളാ. പിന്നെ ഇളയാളായതുകൊണ്ട് കുറച്ച് അതുകൊണ്ടായിരിക്കാം കൂടി ഇട്ടായിരിക്കാം മുന്തിരി സ്വാമിനാഥൻ. സ്വാമിനാഥൻ എന്റെ അച്ഛന്റെ പേരാണ്. ആണ്. 32 വർഷക്കാലം. കരുതാപ്പള്ളി, കായംകുളം, ഓച്ചിറ, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, പരവൂര്, വെറൈറ്റി ഒരുപാട് സ്റ്റേഷനുകൾ. ഇവിടെ വന്നിട്ട് 1 വർഷം കഴിയുന്നു. ആയില്ല. അതെ അതെ. ഇങ്ങനെ ആഴ്ചകളോളം എന്നത് പേര് വിളിക്കാറില്ല. പേര് വിളിക്കാൻ ഇരുന്നിട്ട് പല ഉദ്യോഗസ്ഥരും തിരക്കിയ ശേഷമാണ് പറയൂ. അയ്യോ, ഞാൻ വിചാരിച്ചു ഇതുവരെയ്ക്ക് ഇരട്ടപ്പറ, ഞാൻ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അന്നേരം മുന്തിരി എന്ന് എല്ലാ ഉദ്യോഗസ്ഥരും വിളിക്കും, നമ്മുടെ സഹപ്രവർത്തകർ. അന്നേരം ഈ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ എന്നെ പേര് വിളിക്കാതെ വട്ടപ്പേരായിരിക്കും, അതുകൊണ്ട് വിളിക്കത്തില്ല. പിന്നീട് ഒരു അവസരത്തിലേക്ക് ഇതുവരെ പറഞ്ഞു കൊടുത്തത് ഒറിജിനൽ നെയിം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് സാർ പറയുന്നത് ഞാനിതുവരെയ്ക്കും വിളിക്കാതിരുന്നത് ഈ ഇരട്ടപ്പേര എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരാതിയായിട്ട് വരുന്നവരിങ്ങനെ വന്ന് വെളിയിലൊക്കെ നിന്ന് ഇങ്ങനെ ഇന്നയാളെ പോയി കാണാൻ പറഞ്ഞാലും വന്ന് പുറത്തു വന്ന് നമ്മുടെ പോലീസുകാർക്ക് ചേർക്കും. ഇന്ന പോലീസ് ഉണ്ടോ, ഇന്ന പേരിലുള്ള ആളുണ്ടോ? അന്നേരം അവര് പറയും ആ ഉണ്ടോ, ഒറിജിനൽ നെയിം തന്നെ, നിങ്ങൾ ചെല്ല്. അവർക്കൊരു പേടി എന്ന് വെച്ചാൽ വെട്ടപ്പേര് വല്ലതും ആണെങ്കിലോ. അതുകൊണ്ട് അങ്ങനെ പലർക്കും അങ്ങനെ ഇതുണ്ടായിട്ടുണ്ട്. അവരും എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. പക്ഷെ എങ്കിലും കൂട്ടുകാരൊക്കെ പിന്നെ അതേപോലെ മക്കളും എൻ്റെ അടുത്ത് അച്ഛന്റെ പേര് വരാൻ നാണക്കേടാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മക്കള് പഠിക്കുന്ന കാലത്ത് ഇതേപോലെ കൂട്ടുകാരെ പ്രതിഷേധമൊന്നും തോന്നിയില്ല. ആദ്യമൊക്കെ ഒരു ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇതൊക്കെ ആയിട്ട് യോജിച്ചു പോയി. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ഇതേ ഇല്ല. തീർച്ചയായിട്ടും. സാറായിട്ട് നമ്മളെ സുഹൃത്തുക്കൾ ഇങ്ങനെ കളിയാക്കും ഓരോ പേരുകൾ വെച്ച്. ഇങ്ങനെ സഹോദരന്മാരുടെ പേര് ഇങ്ങനെ ഞങ്ങൾ 4 പേരാണ്. 2 ആണും 2 പെണ്ണും. മൂത്തത് ഷാലറ്റ് സ്വാമിനാഥൻ, 2ാമത്തെ ആള് സോഫിയ സ്വാമിനാഥൻ, 3ാമത്തത് ഷമ്മി സ്വാമിനാഥൻ, അവസാനമാണ് മുന്തിരി സ്വാമിനാഥൻ. റൈറ്റ് ചെയ്ത് മക്കള് എല്ലാവർക്കും വലിയ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അവർ 2 പേരാണ്, അപർണ എസ്നാഥും അമല എസ്നാഥും. അവർ 2 ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് TTCക്ക് പോകുന്നു. വൈഫ് അൻഷു, അവര് നമ്മുടെ അമ്പലവേല സ്കൂളില് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. കരുതാപ്പള്ളി മരുത്തുകുളങ്ങരയാണ് എന്റെ വീട്. അതെ, അതുകൊണ്ടാണ് വീട്. തീർച്ചയായിട്ടും നല്ലതാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. നമ്മുടെ മുന്തിരി SIയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.